ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പെണ്ണും പൊറാട്ടും ഈ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. നടനായ രാജേഷ് മാധവൻ അങ്ങനെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. നമ്മുടെ ബേസിലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, മരണമാസം എന്ന് പറഞ്ഞൊരു സിനിമ. അതിലെ വില്ലനായിട്ട് മറ്റേ സൈക്കോ കൊലയാളിയായിട്ട് നടക്കുന്ന അയാളാണ് ഇതിൻ്റെ സംവിധായകൻ, നടനായ രാജേഷ് മാധവൻ. ആള് സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമയാണിത്. ഒരു പ്രത്യേക മൂഡാണ് പടത്തിന്. നമ്മൾ സ്ഥിരം കാണുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല. അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഫോർമാറ്റിലാണ് പടം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം വർക്കായി. അതായത് നമ്മളൊരു വെറൈറ്റി അനുഭവം കിട്ടുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതാണ് സംഭവം. സിനിമയിൽ ഇതിൽ കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട്. ഈ അഭിനയിച്ചവരൊന്നും എനിക്ക് വലിയ മുൻപരിചയങ്ങളൊന്നുമില്ല. ഇപ്പം രാജേഷ് മാധവൻ ഒരു ചെറിയ റോളിൽ പടത്തിനകത്ത് വന്നു പോയിട്ടുണ്ട്. സുജാതൻ മാഷായിട്ടൊരു ചങ്ങാതി അഭിനയിച്ചിട്ടുണ്ട്, പേര് ഷാനൂജ്. ആള് വമ്പൻ പെർഫോമൻസ് ആണ് പടത്തിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. നായകൻ്റെയും നായികയുടെയും അമ്മമാരും അച്ഛന്മാരും ആയി വന്നവരൊക്കെ കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൈദ്യൻ കഥാപാത്രം ഉണ്ട്, ആളും സൂപ്പറാണ്. ഈ വൈദ്യൻ കഥാപാത്രം പിന്നെ ഈ ഡാഡി ഗിരിജയുടെ ഒക്കെ ഒരു ലുക്കാണ്. ഓക്കെ, സൂപ്പറായിരുന്നു പുള്ളി. പിന്നെ നായികയായിട്ട് റൈന, മികച്ച പ്രകടനം തന്നെയാണ് സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഇതിൽ മെയിനായിട്ടൊരു സംഭവം ആ പോസ്റ്ററിൽ ചെയ്തിട്ടുള്ളത് ഒരു ഡോഗിനെയാണ്. അപ്പം അതിൻ്റെ വോയിസ് ഓവറായിട്ട് ഒരു സൂപ്പർ സ്റ്റാറാണ്. പിന്നെ ഇതിൻ്റെ സംഗീതത്തിലോട്ട് വരുമ്പോൾ വിൻസെൻ്റ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം അത് എനിക്ക് വർക്കായി. അത് എത്ര പേർക്ക് വർക്കാവുമെന്ന് അറിയില്ല. എനിക്ക് നല്ല രീതിയിൽ ആ സാധനം വർക്കായിട്ടുണ്ടായിരുന്നു, പാട്ടുകളും എസ്പെഷ്യലി. ഓക്കെ, പിന്നെ ഫ്രെയിംസ് അത് സബിനാണ് ഒരുക്കിയിട്ടുള്ളത്. സബിൻ ഒരുക്കിയ ഫ്രെയിംസ് വളരെ മികച്ചതായിരുന്നു. ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീലൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ആ ക്യാമറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് ഈ പടം. രവിശങ്കർ ഒരുക്കിയ തിരക്കഥ അതായത് ഇത്തിരി ലൗഡാണെങ്കിലും അതിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളൊക്കെ നൈസായിട്ട് തന്നെ പറഞ്ഞ് പോയിട്ടുണ്ട്. സിനിമയുടെ കഥാപരിസരം വളരെ യുണീക്കാണ്. പെരുമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. വിനയ് ഫോർട്ടാന്ന് തോന്നുന്നുണ്ട് അതിനകത്ത് അഭിനയിച്ചത്. ഓക്കെ, അപ്പം അതും ഏതാണ്ട് ഇതുപോലൊക്കെ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമാണ്. ഒരുപാട് സിനിമകൾ ഇങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിത്രം സ്റ്റാൻഡ് ഔട്ടായിട്ട് തന്നെ നിൽക്കും. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ ഓവറായി പോകാനും എന്താ പറയുക കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുള്ളൊരു പടമാണ്. പക്ഷെ അത് ഒരു ഘട്ടം വിട്ടിട്ട് ഓവറാകാതെ പിടിച്ചു നിർത്താൻ സംവിധായകൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ആക്ഷേപഹാസ്യം കൂടിയാണ്. അത് എത്ര പേർക്ക് വർക്കാവുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ പടം വർക്കായി. ആകെ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെക്നിക്കലി ഉയർന്നു നിൽക്കുന്ന ഒരു ഗ്രാമത്തിലെ കഥ, അതായത് ഒരു ആക്ഷേപഹാസ്യമായിട്ട് പറഞ്ഞ മികച്ച ചിത്രമായിട്ട് പെണ്ണും പൊറോട്ടും എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ഈ പടം ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് മസ്റ്റ് വാച്ച് ആയിട്ട് തന്നെയാണ് പറയുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമ മറ്റുള്ള സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ആ ഒരു സംഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ പോയി കാണുക തന്നെ വേണം. ഒരു മസ്റ്റ് വാച്ച് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുക. പക്ഷെ ഇതൊരു ആക്ഷേപഹാസ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ദഹിച്ചിരിക്കുമെന്ന് എനിക്കറിയാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.